ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് HTTP/VS HTTPS. ഈ രണ്ട് പ്രോട്ടോക്കോൾ എന്താണെന്നും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ SSLും TLS എൻക്രിപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം HTTP എന്താണെന്ന് നോക്കാം. HTTP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നതാണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് റിസോഴ്സസ് ഫെച്ച് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. അതായത് HTML ഡോക്യുമെൻറ്റ്സും ഇമേജസും അങ്ങനെയുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് HTTP എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ബ്രൗസർ എടുത്തിട്ട് ഒരു URL അടിച്ചിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ആ വെബ്സൈറ്റിൻ്റെ സെർവറിലേക്ക് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് ഇൻ്റർനെറ്റ് വഴി ആ റിക്വസ്റ്റ് അങ്ങോട്ട് പാസ്സാവുകയാണ്. എന്നിട്ട് ആ സെർവർ ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്തിട്ട് അതിനാവശ്യമായുള്ള റെസ്പോൺസ് തിരികെ ഇൻ്റർനെറ്റ് വഴി തന്നെ നമ്മുടെ ബ്രൗസറിലേക്ക് തിരികെ അയക്കുന്നു. എന്നിട്ട് ബ്രൗസർ അത് റെൻഡർ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. ഇതാണ് ബേസിക്കലി ഒരു HTTP റിക്വസ്റ്റ് വഴി നടക്കുന്നത്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനാരിയോയിലേക്ക് ഒരു അറ്റാക്കർ വരുമ്പോഴാണ് ഒരു ഇഷ്യൂ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ HTTP പ്രോട്ടോക്കോളിൽ നമ്മൾ വെബ്സൈറ്റിൽ ബ്രൗസറിൽ എന്ത് ടൈപ്പ് ചെയ്ത് അയച്ചാലും അത് പ്ലെയിൻ ടെക്സ്റ്റായിട്ടായിരിക്കും വെബ് സെർവറിലേക്ക് പാസ്സാവുന്നത്. അപ്പോൾ ഒരു അറ്റാക്കറിന് അത് ഈസി ആയിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അതിലെ പൊട്ടൻഷ്യലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ബ്രൗസറിൽ നിന്ന് സെർവറിലേക്ക് സെൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും അതേപോലെ തന്നെ ആ പർട്ടിക്കുലർ റിക്വസ്റ്റിന് വെബ് സെർവർ നമുക്ക് റെസ്പോൺസ് തരുമ്പോഴാണെങ്കിലും ഇവിടെ രണ്ട് കേസിലും പ്ലെയിൻ ടെക്സ്റ്റായിട്ടായിരിക്കും ഇൻഫർമേഷൻ പാസ്സാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കറിന് ഈസി ആയിട്ട് അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ആവശ്യമുള്ള ഡേറ്റകൾ ചോർത്താൻ സാധിക്കും. അപ്പോൾ ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പേര്, നമ്മുടെ ഫോൺ നമ്പർ, ക്രെഡിറ്റ് കാർഡ് നമ്പർ, പാസ്വേഡ് അങ്ങനെയുള്ള ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു അറ്റാക്കറിന് ഈ ഒരു മെത്തേഡ് വഴി ഈസി ആയിട്ട് ഗ്യാദർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സിനാരിയോയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTPS എന്ന് പറയുന്നത്. HTTPS എന്ന് പറയുന്നത് HTTP പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ സെക്യൂരിറ്റി ഫീച്ചർ ഓൾസോ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് HTTP ആണോ HTTPS പ്രോട്ടോക്കോളാണോ ഉപയോഗിക്കുന്നതെന്ന് ആ വെബ്സൈറ്റിൻ്റെ URLൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലോഗ് ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ HTTPS പ്രോട്ടോക്കോൾ വെച്ച് ഒരു URL എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇൻ്റർനെറ്റ് വഴി പാസ്സാകുന്നത് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ഇൻ കേസ് നമ്മൾ മുമ്പ് പറഞ്ഞ സിനാരിയോ പോലെ ഒരു അറ്റാക്കർ വന്ന് ഈ റിക്വസ്റ്റിനെ ക്യാപ്ചർ ചെയ്താലും ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ ഡേറ്റ അവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല പോകുന്നത്, പകരം എൻക്രിപ്റ്റഡ് ആണ് പോകുന്നത്. അപ്പോൾ ഈ എൻക്രിപ്റ്റഡ് ഡേറ്റ ഈ അറ്റാക്കറിന് കിട്ടിക്കഴിഞ്ഞാലും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ വെബ് സെർവർ നമ്മൾ കൊടുത്ത റിക്വസ്റ്റിനെ കൊടുക്കുന്ന റെസ്പോൺസും ഈ അറ്റാക്കർ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു യൂസും ഇല്ല. കാരണം അവിടെയും എൻക്രിപ്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഇൻഫർമേഷൻ പാസ്സാകുന്നത് HTTPSൻ്റെ കേസിൽ. ഇപ്പോൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് HTTPS പ്രോട്ടോക്കോളാണ് HTTPയേക്കാൾ. കാരണം ഇതൊരു സെക്യൂർഡ് മെത്തേഡാണ്. നമ്മുടെ വെബ് ബ്രൗസറും വെബ് സെർവറും തമ്മിൽ ഒരു സെക്യൂർ കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ HTTPS പ്രോട്ടോക്കോളിനെ ഡാറ്റാസ് എൻക്രിപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ക്രിപ്റ്റോഗ്രാഫിക് പ്രോട്ടോക്കോൾസ് ഉണ്ട്. അതാണ് SSLും TLSും. SSL എന്ന് പറയുന്നത് സെക്യൂർ സോക്കറ്റ് ലെയർ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ ഐഡൻറ്റിറ്റിയെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു HTTP സെഷനാണ് നമ്മുടെ ക്ലയൻറ്റും സെർവറും തമ്മിൽ നടക്കുന്നതെന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ SSLൻ്റെ വർക്കിംഗ് ഒരു എക്സാമ്പിൾ വഴി കൺസിഡർ ചെയ്യാം. നമുക്ക് ഒരു ക്ലയൻറ്റിനെയും നമുക്കൊരു സെർവറിനെയും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു SSL യൂസ് ചെയ്യുന്നൊരു വെബ്സൈറ്റിലേക്ക് ആദ്യമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബ്രൗസർ സെർവറിനോട് അന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗസറിന് ആ പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന വെബ്സൈറ്റ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസർ ആ വെബ്സൈറ്റിനോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രൂഫ് ചോദിക്കും. അപ്പോൾ ആ വെബ് സെർവർ നമ്മൾ അതിൻ്റെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു SSL സർട്ടിഫിക്കറ്റ് കാണിക്കും. യെസ്, അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രൗസറിന് തിരിച്ച് മറുപടി നൽകും. അങ്ങനെ ഈ SSL സർട്ടിഫിക്കറ്റ് വഴി വെബ് സെർവർ അതിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വിർച്വൽ ഹാൻഡ് ഷേക്ക് സംഭവിക്കും. നമ്മുടെ ബ്രൗസറും ആ സെർവറും തമ്മിൽ ഐഡൻറ്റിറ്റി വെരിഫൈ ആയതുകൊണ്ട് തന്നെ ഒരു വിർച്വൽ ഹാൻഡ് ഷേക്ക് സംഭവിച്ചിട്ട് അവർ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അഗ്രിമെൻറ്റ് പാസ്സായി. അങ്ങനെയാണ് ഈ SSL സർട്ടിഫിക്കറ്റ് വഴി ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. HTTPS ഉപയോഗിക്കുന്ന അടുത്ത പ്രോട്ടോക്കോളാണ് TLS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. ഇത് ഈ SSLന് ശേഷം വന്ന ഒരു പ്രോട്ടോക്കോളാണ് TLS എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ SSLനേക്കാളും TLS ആണ് മോർ സെക്യൂർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ
നമ്മൾ SSL എക്സ്പ്ലെയിൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, ബട്ട് മോർ സെക്യൂർ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെയും നമ്മുടെ സെർവറിൻ്റെ ഐഡൻറ്റിറ്റി ഓതൻറ്റിക്കേറ്റ് ചെയ്തതിന് മാത്രമേ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് HTTP, HTTPS, അതേപോലെ തന്നെ TLS, SSL എൻക്രിപ്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നതാണ്. ഓൾറെഡി കുറച്ച് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് എല്ലാം ഞാനൊന്ന് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ 10 days ട്രെയിനിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ അവിടെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.